everyone. അപ്പം നമ്മൾ വീണ്ടും ആറട്ടനായിട്ട് എത്തിയിരിക്കുകയാണ്. സന്തോഷ് ചേട്ടാ, വെൽക്കം ടു മാത്സ് ചെക്ക് മീഡിയ. അപ്പം നമ്മൾ വീണ്ടും ഒരു ഇന്റർവ്യൂ ആയിട്ട് സംസാരിച്ചിട്ട് കുറെ നാള്. എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ ഒരാഴ്ച വളരെ കഷ്ടകാലമായിരുന്നു. അസുഖം പിടിച്ച് കിടപ്പായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കേസിൻ്റെ ഇതിൽ വന്നു. കേസല്ല, ജസ്റ്റ് വാങ്ങിച്ചില്ല, അത്രയേ ഉള്ളൂ. അത് പക്ഷേ മീഡിയയിലെ പ്രൊജക്റ്റ് വേറെ ഇല്ലാണ്. എന്ത് അറസ്റ്റ് ചെയ്തെന്നോ കൊണ്ടുപോയെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു വാണിംഗ് മാത്രം. ഒരു നന്നായി അവിടെ കഴിഞ്ഞല്ലോ. അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാനിപ്പോ എന്ത് പോസ്റ്റ് ഇട്ടല്ല എന്തിട്ട് അടിയിൽ ചെയ്തത് ഇങ്ങനെയാണ്. യൂട്യൂബർ പോലീസ് താക്കീത് കൊടുത്തു, അറസ്റ്റ് ചെയ്തോ, ജയിലിലേറായിരുന്നു, ജയിലിൽ ബിരിയാണി കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കാം. ശരിക്കും അതൊക്കെ സത്യമുള്ള കേസാണോ? സത്യം പറഞ്ഞാൽ ബാലൻ കംപ്ലൈന്റ് കൊടുത്തു, എന്നെ വിളിച്ചു, അവിടെ വാൺ ചെയ്തു, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പക്ഷെ കംപ്ലൈന്റ് കൊടുത്തപ്പോ പറഞ്ഞ കാര്യങ്ങള് കുറെ ഇൻസൾട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നില്ലേ? സിനിമാ ഫീൽഡിൽ നടക്കുന്ന പല കാര്യം നമ്മൾ പറയുമ്പോഴേക്കും എന്തൊക്കെയാണ്. ഇപ്പൊ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വരുമല്ലോ, 63 പേജാണ് ഡിലീറ്റ് ചെയ്തത്. അല്ലല്ല, എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം. ഈ പറയുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് പണവും ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ട് എന്തും ചെയ്യാം. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ആണെങ്കിലും സന്തോഷമായിട്ട് ഇറക്കി. ആ ഒരാഴ്ച വളരെ മോശമായിരുന്നു. അസുഖം വന്ന് കിടപ്പായിരുന്നു. ഒപ്പം ഈ ന്യൂസ് ഭയങ്കര ബാഡ് ടൈമിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. ആ സമയത്തും ഭയങ്കരമായിട്ട് ആൾക്കാർ കമന്റ്സ് മുഴുവൻ അങ്ങനെയല്ലേ, കമന്റ്സ് മുഴുവൻ ഇങ്ങനെയല്ലേ, നിങ്ങൾ ജയിലിൽ പോയോ ഇങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് ചോദിക്കണം. പോലീസുകാർ എത്ര അടി വന്നു, ഇതൊന്നും നടന്നിട്ടില്ല. ജസ്റ്റ് വിളിച്ചൊരു വാണിംഗ് കൊടുത്തു കഴിഞ്ഞു. അത് ആരാണ് മീഡിയയിൽ ഇട്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്റെ ശത്രുക്കളെ ആഘോഷിക്കുകയെ പലപ്പോഴും ഇങ്ങനത്തെ പല എന്താ പറയാ ഓരോ ക്രഷിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുഴപ്പം പറഞ്ഞ ഇവിടെ ഇപ്പൊ മീഡിയ നടത്തുന്നവർക്ക് അറിയാം ആർക്കും നല്ലത് വേണ്ട, എല്ലാവർക്കും നെഗറ്റീവ് വേണ്ടത്. റീച്ചിന് വേണ്ടി ചെയ്തതാണ്. ഇനിയിപ്പോ എന്റെ റീച്ച് പോകാതുകൊണ്ട് ഞാൻ ഇനിയൊന്നും ചെയ്യുന്നില്ല. കാരണം ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവ് വേണം, ആർക്കും നല്ലത് വേണ്ട. പക്ഷെ റീച്ചിന് വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പക്ഷെ മസാല ഞാൻ പണ്ടൊരു ഫിലോസഫിയിലായിട്ട് 800 കോടി ബുക്ക് ചെയ്തതാണ്. ഭയങ്കര ഫിലോസഫിയിലായിട്ട് ആരും അത് വായിച്ചില്ല. അപ്പൊ അന്ന് എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഇതിന്റെ എന്തെങ്കിലും വിറ്റ് പോകണമെങ്കിൽ മസാല വേണോ, അങ്ങനെ മസാല ആഡ് ചെയ്തതാണ്. മസാല ആഡ് ചെയ്ത് കറിയുടെ മസാല കൂടി പോയി. ഇനിയില്ല ഇനി ചെയ്താൽ എനിക്കൊരു ഭയങ്കര പണിയായിരിക്കുക. ഇനിയൊരു മസാലയില്ല, റീച്ച് പോയാലും കുഴപ്പമില്ല. താക്കീത് മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെ അറസ്റ്റ് ഒന്നും ഇല്ല. അതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്നല്ലേ പറയുന്നത്. വാങ്ങി ചെയ്തു, അത്രേ ഉള്ളൂ.